നമസ്കാരമുണ്ട്. ഞാൻ കുവൈറ്റിൽ ആണുങ്ങളുടെ കൂടെ നടക്കുമെന്ന് പറഞ്ഞു. ഒരാണെങ്കിലും തന്റെ ഇടത്തോടെ തന്തയ്ക്ക് പറഞ്ഞവനാണ് എന്റെ മുന്നിൽ വന്നിട്ട് നീ എന്റെ കൂടെ കിടന്നെന്ന് പറയട്ടെ, ഞാൻ അംഗീകരിക്കാം. തന്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ടെങ്കിൽ ശ്രീകുട്ടി അല്ലെങ്കിൽ ശ്രീലക്ഷ്മി. ശ്രീകുട്ടി എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ടിക്ടോക്ക് ശ്രീകുട്ടിയായിരുന്നു. പിന്നീട് ആളെ മനസ്സിലായല്ലോ, ശ്രീകുട്ടി ശ്രീലക്ഷ്മി. കുവൈറ്റിൽ നിന്ന് പോലീസ് പിടിച്ച് നാട്ടിൽ കെട്ടിവിട്ട, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള നടിയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുവൈറ്റിൽ തന്തയ്ക്ക് പറഞ്ഞ ആണുങ്ങൾ ആരെങ്കിലും ഒരാൾ പറയാമോ എൻ്റെ കൂടെ കിടന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ വേറൊരാളൂടെ കിടന്നിട്ടുണ്ടെന്നോ പറയാൻ പറ്റുമെന്നാണ് അവരുടെ ചോദ്യം. വളരെ ന്യായമായ ചോദ്യമാണ്. പക്ഷേ ശ്രീകുട്ടിക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ഭാര്യയുടെ കൂടെ അല്ലാതെ ലോകത്തിൽ ഒരാണുങ്ങളും സമ്മതിക്കത്തില്ല ഞങ്ങൾ വേറൊരു പെണ്ണിൻ്റെ കൂടെ കിടന്നിട്ടുണ്ടെന്ന്. നോർമൽ ഇതാ പിടിക്കപ്പെടുന്നവർ. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീലക്ഷ്മിയുടെ ടിക്ടോക്കൊക്കെ ചെയ്ത് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ടിക്ടോക്കൊക്കെ ചെയ്യുന്ന കണ്ടപ്പം ഇത്തിരി ആവേശം മൂത്ത് ആരണ്ടൊക്കെ വാക്ക് കേട്ട് ഇവിടുന്ന് ചാടിപ്പോയ കൊച്ചാ. ചാടിപ്പോയതിനു ശേഷം പോലീസ് പിടിച്ചു തിരിച്ചു വരുന്നു. അപ്പോൾ അന്ന് ആരണ്ടര കൂടെ ഒരുത്തൻ്റെ കൂടെ കൂന്നിലുള്ള ഒരുത്തരുടെ പോയെന്നൊക്കെയാണ് റൂമർ വന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അതുകൊട്ടെ എനിക്ക് പറയാനുള്ളത്, ഈ ശ്രീലക്ഷ്മി ശ്രീകുട്ടിയെ സാഫർ ജയിലിൽ നിന്ന്, അതായത് പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ കയറ്റി വിടുന്ന ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി കുറേ ഇവൾ പറഞ്ഞ എന്താ പറയുക അക്ഷരമുള്ള കുറേ ചേട്ടന്മാർ നടന്നായിരുന്നു. അവരൊക്കെ ഇത് കേട്ടോ എന്തോ, ഇവിടെ കയറ്റിവിടാൻ വേണ്ടി കുറേ ഉമ്മേർ നടന്നായിരുന്നു. അവരെ ആയിരിക്കും പുള്ളിക്കാരി ഉദ്ദേശിച്ച് വിളിച്ചത്. അപ്പോൾ അവരുടെ ആരുടെയും പേരും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ലെങ്കിലും നമുക്കറിയാം ആൾക്കാരൊക്കെ. അപ്പോൾ അവരെ ഉദ്ദേശിച്ചായിരിക്കും പുള്ളിക്കാരി പറഞ്ഞത്. എന്നെ ഉദ്ദേശമല്ല, ഞാൻ പോയിട്ടുള്ളത്, പക്ഷെ എന്നെ ഉദ്ദേശമല്ല. അപ്പോൾ ശ്രീകുട്ടി അറിയിക്കേണ്ടത്, തന്തയ്ക്ക് പറഞ്ഞവന്മാർ തന്നെ അവിടെ ഉള്ളത്. പക്ഷെ നിന്റെ കൂടെ കിടന്നു എന്ന് പറയാൻ ചിലപ്പോൾ നാണക്കേടുകൊണ്ടായിരിക്കും പറയാത്തത്. കാരണം നിന്റെ ഒരു പോക്കതായതുകൊണ്ട് ചിലപ്പോൾ പറയാൻ നാണക്കേടാണ്. പിന്നെ കൂടെ കിടന്നതിന്റെ കഥയൊന്നും ആർക്കും പറയാൻ എന്നൊന്നും താല്പര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ചു വേണം. അല്ലെങ്കിൽ ബാക്കിയുള്ള കഥകളൂടെ നമ്മൾ എടുത്തിടും. നമുക്കതിനുള്ള സോഴ്സ് ഉണ്ട്, എവിടെയൊക്കെ പോയി അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ പറയാനുള്ള സോഴ്സ് നമ്മുടെ ഉണ്ട് കേട്ടോ. അപ്പം ആലോചിക്കണം, വല്ല ചാനലിലും പോയി അവർക്ക് ചിലപ്പോൾ വ്യൂസ് കിട്ടുമായിരിക്കും, നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുമായിരിക്കും എന്നും പറഞ്ഞിട്ട് വീട്ടിൽ താമസിക്കുന്ന എല്ലാ മലയാളി ആണുങ്ങളും തന്തയില്ലാത്തവരാണ് എന്നൊരു അർത്ഥത്തിൽ മോള് സംസാരിക്കരുത്. അത് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാകും. അപ്പം അടുത്ത വീഡിയോയ്ക്ക് പ്രതികരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കാണാം. ഓക്കെ, ബൈ.